ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിലേക്കായിട്ട് ആദ്യം നമുക്ക് ബേക്ക് ചെയ്യുന്ന പാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ എല്ലാം വെച്ച് കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ബട്ടറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്ലാക്ക് റൈസിൻസും ഗോൾഡൻ റൈസിൻസും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം 1/4 കപ്പ് ബദാം ഞാനൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ സിനമൺ പൗഡർ, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ബാറ്റർ ഇവിടെ 90% തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർക്കേണ്ടത്. മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ഞാൻ ഓൾറെഡി അരിച്ച് വെച്ച മൈദയാണ്. ഇത് 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യേണ്ട ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തേക്കുക. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇന്ന് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് മുന്നേ ഞാൻ വെച്ച് കൊടുത്തു. നല്ലവണ്ണം ഇതിപ്പോൾ പാൻ ചൂടായിരിക്കുവാണ്. ഞാൻ ഉള്ളിലൊരു റിങ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 45 തൊട്ട് 50 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
വളരെ ഈസി ആയിട്ടും ഇൻസ്റ്റൻ്റായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എന്തായാലും നിങ്ങളിത് ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.